പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. മക്കളില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആശുപത്രി കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരെ കർത്താവ് ഇന്നെങ്കിലും 10 പൈസ കിട്ടുക. ഈശോയെ, കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട്. കന്യൻ്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയവരുണ്ട്. അത് തിരക്കി പോകുന്നവരും ചോദിക്കാൻ പോകുന്നവരുണ്ട്. അപ്പം അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവ് കൊച്ചു തോബിയാസിനെ നീ വിട്ടില്ലേ, കടങ്ങൾ തിരിച്ചു കിട്ടി മേടിക്കാൻ വേണ്ടി. അതുപോലെ അന്ന് റാഫേൽ മാലാഖനൊക്കെ നീ കൂടെ വിട്ടില്ലേ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വിട്ട മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ പരിശുദ്ധമേ നീ കൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കർത്താവ് ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വീട്ടിലെ സ്ഥിതി കാരണം മനസ്സ് മരവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ മക്കളെ, നിങ്ങൾ ആശീർവാദത്തിൽ ആരംഭിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ അത്രയും പഠിക്കുക. ബാക്കി കൃപാസം മാറാതെ നിങ്ങളുടെ വീട്ടിൽ വരും. നിങ്ങളുടെ എല്ലാ പോരായ്മകളെ അമ്മ പരിഹരിക്കുന്ന എത്രയോ സാക്ഷ്യങ്ങൾ നമുക്കുണ്ടായി. കർത്താവെ, ജീവിതമാർഗം മുട്ടിപ്പോയവരുണ്ട്, വീട് സ്ഥലവും ഇല്ലാത്തവരുണ്ട്, വിവാഹം ഒത്തുവരാത്തവരുണ്ട്, മക്കൾ ദുർനടപ്പിൽ പോയിട്ട് വേദനിക്കുന്നവരുണ്ട്. എല്ലാ മേഖലകളിലും എന്തെല്ലാം വേദന നീ അനുഭവിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഈ ദിവസം കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവ് ആശീർവദിക്കട്ടെ. നീ ഒപ്പിടുന്ന രേഖകളെ കർത്താവ് ആശീർവദിക്കട്ടെ.
നീ ലോൺ എടുക്കാൻ പോവുകയോ സാമ്പത്തിക വിഷയങ്ങൾ സംസാരിക്കാൻ പോവുകയോ ചെയ്യുന്ന ഇടങ്ങളിൽ കർത്താവ് നിനക്ക് തുണ വരട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇനി ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലാ ഇടങ്ങളിലും നിൻ്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ. നിത്യം പിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആധ്യാത്മിക മുന്നേറ്റങ്ങളിൽ ചില മാങ്ങ അണ്ടിടത്തൊക്കെ പുഴു ഉണ്ടാവുമെന്ന് പറയണില്ലേ? അത് പൂ ഇടണ കാലത്ത് കയറിപ്പറ്റ മുട്ടയായിരിക്കും, ചിലപ്പോൾ പുഴുവായിരിക്കും. അത് മാങ്ങ പിഞ്ച് വളർന്ന് ഉണ്ണി വളർന്നതിന് ശേഷം അത് മാങ്ങ മൂക്കുന്ന അനുസരിച്ച് അതിൻ്റെ ആ പുഴുവും അതുപോലെ വളർന്നുകൊണ്ടിരിക്കും. ഇതുപോലെ ഒരു സംഭവമാണ് ഈ സൽപ്രവൃത്തികൾക്ക്. ഇങ്ങനെ ഒരു ഗതികേടുണ്ട്. സൽപ്രവൃത്തികളൊക്കെ ഉണ്ടായില്ല, നമ്മൾ അറിയത്തില്ല. അത് കാരണം അതിൻ്റെ മുഴുവനും ഫലങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ സുവിശേഷ വിലക്ക് ഇപ്പോൾ നമ്മളതിനെ കരിസ്മാറ്റിക് ഇപ്പോൾ ഞാനും പണ്ട് കരിസ്മാറ്റിക് ധ്യാനം നടത്തിയിരുന്നതാണ്. ഇപ്പം മരിയം തരാറക്കണം. ഇപ്പം കരിസ്മാറ്റിക് ധ്യാനത്തിൽ ആദ്യകാലങ്ങളൊക്കെ വരുന്നവർ നമ്മുടെ ഇടവകയിലൊക്കെ ഞാനൊരു 12 ഇടവക കൊച്ചനായിട്ടും കേട്ടിരുന്നിട്ടുണ്ട്. അപ്പം അവിടെ കരിസ്മാറ്റിക് ഗ്രൂപ്പുകൾ വരും ഇടവകയിൽ. പക്ഷേ അവർ ധ്യാനം കൂടി, പിന്നെ വളർച്ചാ ധ്യാനം കൂടി, അതുപോലെ തന്നെ അന്തരീക്ഷ ധ്യാനം കൂടി, പിന്നെ പ്രാർത്ഥനാനുഭവ ധ്യാനം കൂടി, ഓരോരോ ധ്യാനം കൂടുന്നതനുസരിച്ചുകൊണ്ട് ഇവർക്ക് ഗർവ് കൂടും. അച്ഛനാണെന്നും പറഞ്ഞ് എനിക്കൊരു ഗർവ് ഉണ്ടെങ്കിൽ ഈ അച്ഛൻ ശുശ്രൂഷയുടെ ഫലം ഭാഗികമായിരിക്കും. അപ്പോൾ ഇത് എന്നെ കണ്ടുപിടുത്തമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇന്നലെ നമ്മൾ കണ്ട വചനം വായിച്ചാൽ നോക്കിയാൽ മനസ്സിലാവും. ഇന്നലെ എന്താ കണ്ടത്? 1:9-16. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അതെനിക്ക് അഹംഭാവം കണ്ട. ഈ സാധനം കയറി വരും. അഹംഭാവം എന്നുള്ള സംഭവം കയറി വരും. ഇത് പൗലോസിൻ്റെ ഒരു നിരീക്ഷണമാണിത്. അതായത് സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ പേരിൽ കർത്താവിനെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നു, എൻ്റെ സഭകൾ വളരുന്നു എന്ന് പറയുമ്പോൾ പത്രോസിൻ്റെ ഈ പൗലോസിനേക്കാൾ കൂടുതൽ അഹംഭാവം ഉണ്ടായിരുന്ന ആളാണ് ഈ പൗലോസ്. പത്രോസിനെ കൂടുതൽ അഹംഭാവം ഉണ്ടായിരുന്ന ആളാണ് ഈ പൗലോസ്. അപ്പം ഈ അദ്ദേഹത്തിന് ഉണ്ടാകാവുന്ന അഹംഭാവത്തിൻ്റെ ഒരു ബഹിസ്ഫുരണമാണ് ഈ പറയണത്. കാര്യം അദ്ദേഹം പറയത്തില്ലേ, നിങ്ങൾ പരിസയനാണെങ്കിൽ ഞാനും പരിസയനാണ്, നിങ്ങൾ റോമൻ പൗരനാണെങ്കിൽ ഞാനും റോമൻ പൗരനാണ് എന്നൊക്കെയാണ് ആദ്യകാര്യങ്ങൾ അദ്ദേഹം പറയണത്. അപ്പം അതിൻ്റെ അകത്ത് ഒരു അഹംഭാവം ഉണ്ട്. പക്ഷേ ക്രമേണ ക്രിസ്തു ആ മേഖലയെല്ലാം ക്രിസ്തു നിറഞ്ഞു കഴിയുമ്പോൾ പുള്ളിക്കാരൻ പറയും, ഞാനല്ല, ക്രിസ്തുവാണ് എന്നെ ജീവിക്കണമെന്ന് പറയും. അത് പ്രോസസ്സാണ്. ഇതുപോലെ എല്ലാവരിലും ഈ ഒരു പ്രോസസ്സ് നടക്കേണ്ടതാണ്. പൗലോസിൽ വളരെ നന്നായിട്ട് നടന്നത്, പൗലോസിനെ പിന്നെ വിട്ടുകൊടുക്കാൻ ഭയങ്കര പാടായിരുന്നു. പ്രകൃതി കൊണ്ടുണ്ടായിരുന്നു. വിട്ടുകൊടുക്കുന്നതിന് പത്രോസിനേക്കാൾ പാടായിരുന്നു പൗലോസിനെ വിട്ടുകൊടുക്കാൻ. ഗർവ് കൂടുതലായിരുന്നു. പത്രോസിനോട് പോലും പരസ്യമായിട്ടൊക്കെ ശാസിക്കാൻ ശരിക്കും പറഞ്ഞ ഒരു അർഹതയില്ലാത്ത മനുഷ്യനാണ്. അതൊക്കെ നയപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണെങ്കിലും പുള്ളിക്കാരൻ പത്രോസിനോട് ശാഠ്യം പിടിച്ചു. അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്ന് വായിക്കുമ്പോഴും നമുക്ക് സങ്കടം ഭരിച്ചിരിക്കും. അത് ഒഴിവാക്കാമായിരുന്നു. പത്രോസ് ആര്? ദൈവം അംഗീകാര മുദ്ര കൊടുത്തവനല്ലേ, അവൻ്റെ മേലല്ലേ ഈ സഭയെല്ലാം പണിതിരിക്കണത്. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തവനെ പരസ്യമായിട്ട് ഇന്നലെ വന്ന ആൾ, അതും കുറേ നാൾ കർത്താവിൻ്റെ ആൾക്കാരെ കൂടി അടുത്ത ആൾക്കാരെ കൊല്ലാൻ പോയപ്പോൾ ദൈവം കരുത്തെ പിടിച്ചാൽ താഴെയിട്ട ആളാണ്. അയാൾക്ക് മനസ്സാന്തരം ഉണ്ടായി, അയാൾ തിരിച്ചു വന്നു. പക്ഷെ അപ്പോഴും ഒരു പാകത ആ സമയത്തും വരണില്ല. ശരിക്കും പൗലോസിന് അവസാന കാലങ്ങളിലാണ് ശരിക്കും പാകത വരണത്, കാര്യങ്ങളെ മനസ്സിലാക്കി വരുന്നതിന്. ഇതൊരു നേച്ചറിൻ്റെ പ്രോബ്ലമാണിത്. നമ്മൾ കുറച്ചുകൂടി സബ്മിസീവ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നേരത്തെ ക്രിസ്തു നമ്മളിൽ നിറയും. കാര്യം ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈ ഒരു വിഷയത്തെ, അതായത് ഈ അഹംഭാവം എന്നുള്ള വിഷയത്തെ വല്ലാത്ത രീതിയിൽ ഈശോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കടമയൊക്കെ പറയുമ്പോൾ ദാസന്മാരാണെന്നൊക്കെ പറയണില്ലേ, അത് അഹംഭാവത്തിന് യാതൊരു സ്കോപ്പോടെ ഇല്ലെന്നേ പറയണത്.
അതാ ഈശോ പറഞ്ഞതാണ് സംഭവം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17:10. ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്. അപ്പൊ പ്രയോജനമില്ലാത്ത ദാസന്മാർ, അതാണ് ആ ഉള്ള അഹംബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ്ലെസ് സെർവൻ്റ് ആണെന്ന്. പക്ഷേ ഇതിങ്ങനെ പറയാൻ എളുപ്പമാണെങ്കിലും അത്ര പ്രായോഗികമല്ലേ. കുറച്ച് സമയമെടുക്കും, ചിലപ്പോൾ നല്ല സമയമെടുക്കും. അത് ഓരോ വിഷയമെന്ന് ഇപ്പം നമ്മൾ ചില ആൾക്കാർ വളരെ ഡെസിബിളായിട്ടും തോന്നുന്നുണ്ടെങ്കിലും ചിലർ വളരെ വിനയമുള്ളവരായിട്ട് തോന്നും, ചിലർ വളരെ സബ്മിസീവായിട്ട് തോന്നും. പക്ഷേ അപ്പം നമ്മളവർക്ക് എന്ത് എളിമയുള്ള മനുഷ്യരാണെന്ന്. പക്ഷേ അത് അവരെ ഹർട്ട് ചെയ്യുന്ന ഒരു തനത് പ്രശ്നം വരാത്തത് കൊണ്ടാണ് അവർ ആ സമയത്ത് എളിമയോടെ വിനയത്തോടെയൊക്കെ പ്രവർത്തിക്കുന്നത്. അവരെ ബാധിക്കുന്ന ഒരു വിഷയം വന്നാൽ അതെങ്ങനെ വരുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പൊതുവെ എളിമയുള്ളവരാണ്, വിനയമുള്ളവരാണെന്നൊക്കെ പൊതുവെ പറയുന്നുണ്ടെങ്കിലും അത് കോമൺ സബ്ജക്റ്റിൻ്റെ മേലായിരിക്കും. ഒരു പേഴ്സണൽ സബ്ജക്റ്റ് അവരെ ബാധിക്കുന്ന വിഷയത്തിൽ വരുമ്പോൾ അവിടെ കറക്റ്റ് നിറം പുറത്തു വരും. നമ്മൾ ഇന്ന് വരെ കണ്ടു, ഇപ്പോൾ ഇൻക്ലൂഡിങ് മൈസെൽഫ്. കാര്യം ആധ്യാത്മിക ജീവിതം ക്രിസ്തു നിറയുക എന്നുള്ള പ്രോസസ്സിൽ നമ്മൾ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു വിശുദ്ധനെ മാത്രം മാതൃകയാക്കിക്കൊണ്ട് ഒരു ആധ്യാത്മിക ജീവിതം കൈപിടിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആരെയൊക്കെ മാതൃകയാക്കിയാലും ക്രിസ്തുവിനെ മാതൃകയാക്കുന്നില്ലെങ്കിൽ നമുക്ക് പിഴക്കും. കാര്യം ക്രിസ്തുവിനെ മാതൃകയാക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത്, ഇപ്പോൾ ക്രിസ്തു നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുള്ളത് നമ്മളുടെ ഒരു ബോഡിയുടെ, നമ്മളുടെ ഒരു നേച്ചറിൻ്റെയൊക്കെ പരാധീനതകളെ പരിഹരിക്കണമെങ്കിൽ ക്രിസ്തു പ്രവർത്തിക്കുകയാണെങ്കിൽ കൂടെ പരിശുദ്ധാത്മ പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾക്ക് ഉള്ള പിഴവുകളെ നമ്മളെ ബോധവൽക്കരിച്ചും പിന്നെ അത് പരിഹരിച്ചൊക്കെ പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ അഹംഭാവം. ആദ്യമേ പൗലോസ് അഡ്രസ് ചെയ്ത പോലെ തന്നെ ഈശോയും അത് നേരത്തെ പറഞ്ഞിരുന്നു. ഞങ്ങൾ പ്രയോജനരഹിതന്മാരായ ദാസന്മാരാണ്. ഇപ്പം ആൾക്കാരെല്ലാം ചെയ്യണത് ക്ലെയിമല്ലേ. എന്ത് വകുപ്പിലൊരു ക്ലെയിം ഒപ്പിക്കാമെന്നാണ് ആൾക്കാർ നോക്കണത്. എന്ത് വകുപ്പിൽ ഒരു ക്ലെയിം ഒപ്പിക്കാം. ഇപ്പം ക്ലെയിമിൻ്റെ ഗ്രൗണ്ടുകളാണ് ആൾക്കാർ അന്വേഷിക്കുന്നത്. ദൈവ തിരുസന്നിധിയിൽ നമുക്ക് ക്ലെയിം ഉണ്ടെങ്കിലും നമ്മൾ ഡിസ്ക്ലെയിം ചെയ്യേണ്ടി വരും. ക്ലെയിം ഉണ്ടാകാം, പക്ഷേ നമ്മളത് ഹോൾഡ് ചെയ്ത് അതിങ്ങനെ ആ കാർഡ് കാണിച്ചാൽ കർത്താവ് പറയും എല്ലാം ദാനമല്ലെന്ന് ചോദിക്കും. 1 കൊരിന്ത്യർ 4:7. നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? അടിപൊളി. നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു? ഇതാണ് ക്ലെയിമിൻ്റെ പ്രോബ്ലം. നമ്മൾ ദൈവദൃശ്യനെ പോലും ക്ലെയിം വെക്കാൻ പറ്റത്തില്ല. കാര്യം ആ ക്ലെയിം വെക്കുന്നതിന് വേണ്ടി നമ്മൾ ആർജിച്ചതല്ല. ബൈബിൾ പറയും ദാനമാണെന്ന് പറയും. ഇതുകൊണ്ടാണ് അഹംഭാവം ഉണ്ടാകരുതെന്ന്. ഇത് ഒരു സറണ്ടറാണ് ശരിക്കും പറഞ്ഞാൽ. റെഡി ടു സറണ്ടർ. നമുക്ക് നാളെ അതിനെക്കുറിച്ച് കൂടുതൽ കർത്താവ് പറയുമായിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയണതെല്ലാം കുറേ പ്രാർത്ഥിച്ചും പിന്നെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കർത്താവ് എനിക്ക് തരുന്ന സൂചനകളും അതിൻ്റെ പുറകെ ആ വെളിച്ചത്തിൻ്റെ പുറകെ അനുധാവനം ചെയ്യുമ്പോൾ നമ്മൾ വായിക്കുന്ന ഈശോ കാണിക്കുന്ന ബോർഡുകളൊക്കെ അല്ലേ പറഞ്ഞു തരണത്. നിങ്ങൾ കുറച്ചെങ്കിലൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കണേ. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ സാക്ഷ്യം പറയാനായിട്ട് ഈ ആൾത്താരിൽ വന്നിരിക്കുന്നത്. അതിന് തിരുക്കുമാരനും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ചെറുപുഷ്പം. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ആനക്കൽ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മകൾ ജോമേഴ്സി ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ 1ാം വർഷ BSc നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. ഞാൻ 2022 മെയ് മാസത്തിലാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. 2023 ഡിസംബറിൽ ഞാൻ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞതാണ്. എനിക്ക് ഒരു 15 വർഷമായിട്ട് മൈഗ്രെയിൻ എന്ന അസുഖമുണ്ട്. അപ്പോൾ മൈഗ്രെയിൻ ആഴ്ചയിൽ 7 ദിവസങ്ങളിൽ 5 ദിവസവും എനിക്ക് ശക്തിയായ തലവേദന എടുക്കാറുണ്ട്.
അപ്പോൾ ഞാൻ എപ്പം തലവേദന എടുക്കുമ്പോഴും എൻ്റെ മോളും വന്ന് അപ്പോഴേ എനിക്ക് ഉടമ്പടി തൈലം കൊണ്ടുവന്നിട്ട് പറയും, അമ്മേ നമുക്കിവിടെ അമ്മ മാതാവിൻ്റെ തൈലമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തൂത്ത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഞാൻ 2022 ഉടമ്പടി എടുത്തപ്പോൾ മുതൽ എന്നും എൻ്റെ മകളും എൻ്റെ കൂടെ ഇവിടെ വരികയും പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അവൾക്കും ആഗ്രഹമായിരുന്നു 18 വയസ്സായ ഉടൻ തന്നെ ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ അവൾ 18 വയസ്സായി പൂർത്തിയായ ഉടൻ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അപ്പോൾ മാതാവിൻ്റെ പ്രത്യേക കൃപയാൽ ഞങ്ങൾക്ക് ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ മാതാവിൻ്റെ പ്രത്യേക കൃപയാൽ എനിക്കിപ്പോൾ മൈഗ്രെയിൻ ഒരിക്കലും വരാറില്ല. പിന്നെ എൻ്റെ മകൾക്കുണ്ടായ അനുഭവപ്പെട്ട സാക്ഷ്യമാണ്, അത് അവൾ തന്നെ പറയും. ഞാൻ 2025 ഫെബ്രുവരി മാസത്തിലാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. അമ്മയുടെ തലവേദന, അമ്മയ്ക്ക് ഭയങ്കര കഠിനമായിട്ട് തലവേദന വരുമായിരുന്നു. ഒരു 15 വർഷത്തോളം അമ്മയ്ക്ക് നീണ്ടു നിന്ന മൈഗ്രെയിൻ ആയിരുന്നു. അത് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് എനിക്ക് കാണുമ്പോൾ തന്നെ അറിയായിരുന്നു. അമ്മ 5-6 തോർത്തൊക്കെ വെച്ച് തല ഭയങ്കര ചുറ്റി മുറുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അത് ഭയങ്കര പേടിയാവുമായിരുന്നു അമ്മ കാണിക്കുമ്പോൾ, അങ്ങനെ ചെയ്യുമ്പോൾ ഒക്കെ കാണുമ്പോൾ. അപ്പം അന്നേരം ഞാൻ തൈലം കൊണ്ട് അമ്മേനെ നെറ്റി തൈലം കൊണ്ട് പൂശുകയൊക്കെ ചെയ്യുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം അമ്മയുടെ തലവേദന മാറ്റിയ മാതാവ് എൻ്റെ നിയോഗങ്ങളെല്ലാം സാധിച്ചു തരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2025 ഫെബ്രുവരി മാസത്തിൽ എനിക്ക് 18 വയസ്സായ ഉടനെ തന്നെ വന്ന് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് +2 പരീക്ഷ, കഴിഞ്ഞ വർഷമാണ് ഞാൻ +2 പരീക്ഷ എഴുതിയത്. പരീക്ഷ എഴുതിയപ്പോൾ എനിക്ക് 90% മാർക്ക് നൽകി അനുഗ്രഹിക്കണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അമ്മ മാതാവ്, ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എപ്പോഴും എൻ്റെ കയ്യിലൊരു കൊന്തമോതിരം ഉണ്ടായിരുന്നു. ഞാൻ ആ കൊന്തമോതിരത്തിൽ എൻ്റെ ഉടമ്പടി കാശുരൂപം ഞാൻ ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് പിൻ ചെയ്തിട്ട് ഞാനതൊരു കയ്യിൽ ഇറുക്കി പിടിക്കും. പിന്നെ ഞാൻ ഉപ്പ് കൊണ്ട് എല്ലാ പേപ്പറിലും ഞാൻ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് എല്ലാ പേപ്പറിലും ഞാൻ ഇടും. എന്നിട്ടാണ് ഞാൻ പരീക്ഷ എഴുതാൻ തുടങ്ങുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഫൈനൽ എക്സാം ഞാൻ ഉദ്ദേശിച്ചവരല്ലായിരുന്നു ക്വസ്റ്റ്യൻ വന്നിരുന്നത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എപ്പോഴും പരീക്ഷ എഴുതി വന്ന് ഞാൻ മൊത്തം കരച്ചിലായിരുന്നു. എന്നാലും ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാനിങ്ങനെ എഴുതി വെച്ച് എനിക്ക് 90% മാർക്ക് തന്ന അമ്മ മാതാവിനെ അനുഗ്രഹിക്കണം. ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ +2ൻ്റെ റിസൾട്ട് ഞാൻ ഈ അമ്മയുടെ പുണ്യഭൂമി വന്നിട്ടേ ഞാൻ തുറന്ന് നോക്കത്തുള്ളൂ, സൈറ്റ് തുറക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ റിസൾട്ട് വന്നത് ഞാൻ തുറന്ന് നോക്കിയത് ഞാൻ ഈ പുണ്യഭൂമി വെച്ചാണ്. ഞാൻ തുറന്നു നോക്കി, എനിക്ക് മാത്സ് ഒഴികെ എല്ലാ വിഷയത്തിനും എനിക്ക് ഫുൾ A+ നൽകി അമ്മ മാതാവിനെ അനുഗ്രഹിച്ചു. എനിക്ക് 94% മാർക്ക് അമ്മ മാതാവ് എനിക്ക് നൽകി. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ നഴ്സിങ്ങിന് പോകാനായിട്ടാണ് നിന്നിരുന്നത്. എനിക്ക് അന്നേരം LBS വഴി ഞാൻ അലോട്ട്മെൻറ്റ് നോക്കി. എനിക്ക് ഒരു അലോട്ട്മെൻറ്റിനും എനിക്ക് വരുന്നില്ലായിരുന്നു. എനിക്ക് ഭയങ്കര മെറിറ്റായിരുന്നു, ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. എനിക്ക് ഇത്ര % മാർക്കുണ്ടല്ലോ, അപ്പോൾ എനിക്ക് ഉറപ്പായിട്ട് നഴ്സിങ്ങിന് എനിക്ക് നാട്ടിൽ തന്നെ കിട്ടുമെന്ന് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അപ്പം ഞാൻ എല്ലായിടത്തും ചെല്ലുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുക എന്നത്തിനാണ് പോകുന്നത്. ഞാൻ പറഞ്ഞ നഴ്സിങ്ങിനാണ് പോകുന്നത്. അന്നേരം LBSൻ്റെ അലോട്ട്മെൻറ്റ് വന്നല്ലോ, കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞു കിട്ടിയില്ല. അപ്പോൾ എനിക്ക് പിന്നെ ഏതെങ്കിലും ഫാമിലി ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എവിടെ ചെല്ലുമ്പോഴും ആൾക്കാർ എന്നോട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, ഇത്രയും മാർക്കുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് കിട്ടുന്നില്ല? അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് കുറയാൻ തുടങ്ങി. മാതാവ് ഇത്രയും മാർക്കുണ്ടല്ലോ, എനിക്ക് എന്നിട്ട് എന്തുകൊണ്ട് അഡ്മിഷൻ കിട്ടുന്നില്ല? അങ്ങനെ എനിക്ക് ഒരു ദിവസം മെയിൽ വന്നു. ഗാന്ധിനഗറിൽ എന്നെ SMEന്ന് 1112 ആയിരുന്നു എൻ്റെ റാങ്ക്. അന്നേരം കിട്ടി അഡ്മിഷൻ ബുള്ളറ്റിൻ എന്ന് പറഞ്ഞ് എനിക്കൊരു മെയിൽ വന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പം അവിടെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചാൽ കയറിയത്. എൻ്റെ അമ്മ മാതാവ് എനിക്കുള്ളതാണ്, അമ്മ മാതാവ് എനിക്ക് നൽകണമേ. ഞാൻ അവിടെ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ ഡോക്യുമെൻറ്റ് വാങ്ങിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ആളായപ്പോൾ അതും അവിടെ വെച്ച് സ്റ്റോപ്പായി. അതോടെ എൻ്റെ കോൺഫിഡൻസ് മൊത്തത്തിൽ തകർന്നു. ഇനി എനിക്ക് ഒരിടത്തും കിട്ടത്തില്ല, ഇത്രയും മാർക്ക് വെച്ച് എല്ലാവരും ചോദിക്കാനും തുടങ്ങി. ഞാൻ കള്ളം പറയുകയാണോ മാർക്കെന്ന് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മാതാവിൻ്റെ പെരുന്നാളിന് സെപ്റ്റംബർ 8-ാം തീയതി ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഞാൻ 8-ാം തീയതി വരെ നോയമ്പെടുത്ത് ഞാൻ അമ്മയുടെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് 8-ാം തീയതിയിൽ എനിക്ക് ദിവസം ഉണ്ടെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും എനിക്കൊരു അഡ്മിഷൻ വാങ്ങിച്ചു തരണം. ഞാൻ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് വെച്ചു. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ എനിക്ക് ചെത്തിപ്പുഴ ആശുപത്രി എനിക്ക് അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഞാൻ KCET ബാംഗ്ലൂർ KCET എന്ന് പറഞ്ഞൊരു പരീക്ഷ എഴുതിയായിരുന്നു. അതും ഞാൻ എൻ്റെ ആഗ്രഹം എനിക്കൊരു മെഡിക്കൽ കോളേജ് നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഞാൻ KCET എന്നൊരു പരീക്ഷ എഴുതി. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അത് ബാംഗ്ലൂരാണ് പരീക്ഷ നടക്കുന്നത്. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് കന്നഡ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി പരീക്ഷ എഴുതുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവിടെ പുറത്തിരുന്ന എല്ലാവർക്കും ഞാൻ പത്രം വിതരണം ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ അതിന് ഞാൻ കാശുരൂപം കൈവച്ചും ഉപ്പ് ഞാൻ ആ പേപ്പറിലിട്ടുമാണ് ഞാൻ പരീക്ഷ എഴുതിയത്. അതിനെനിക്ക് 1,00,000-ന് മുകളിലാണ് എനിക്ക് റാങ്ക് ചെന്നത്. അപ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാരണം എനിക്ക് ബാംഗ്ലൂർ നല്ലൊരു മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടാൻ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് സെപ്റ്റംബർ 8-ന് ഇവിടെ അഡ്മിഷൻ കിട്ടി, ചെത്തിപ്പുഴ അഡ്മിഷൻ കിട്ടി. അപ്പം ബാംഗ്ലൂരിന് ഞാൻ അഡ്മിഷൻ വെച്ച് ഞാൻ അന്നേരം പ്രൊസീജിയർ വെച്ചപ്പോൾ 3 ഹോസ്പിറ്റലാണ് ഞാൻ വെച്ചത്, 3 മെഡിക്കൽ കോളേജാണ് ഞാൻ വെച്ചത്. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് എനിക്ക് കിട്ടണം. ഞാൻ 8-ാം തീയതി വന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഞാൻ നിൽക്കുക. എനിക്കിനി ഏതെങ്കിലും മെഡിക്കൽ കോളേജ് കിട്ടിയാൽ എനിക്കിനി ഞാൻ എന്നാ ചെയ്യും? കാരണം എനിക്ക് 12-ാം തീയതിക്ക് മുമ്പ് ചെത്തിപ്പുഴ എനിക്ക് ചേരണം. അത് 25,000 രൂപ കൊടുത്ത് ചേർന്നാൽ പിന്നെ എനിക്ക് ഡോക്യുമെൻറ്റും പൈസ എല്ലാം എൻ്റെ പോയത് തന്നെയാണ്. പിന്നെ എനിക്കൊരു മെഡിക്കൽ കോളേജ് കിട്ടി എനിക്ക് പോകാനും പറ്റത്തില്ല.
അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം മാതാവേ, എനിക്ക് ഇനി ബാംഗ്ലൂരിലെ ആണോ കിട്ടുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ 9-ാം തീയതി വൈകുന്നേരം 4 മണിയായപ്പോൾ എനിക്ക് മെയിൽ വന്നു, ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞ്. കാരണം ഞാൻ എല്ലാവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ 1 ലക്ഷത്തിന് താഴെയുള്ള ഒരു 50,000-ന് താഴെയുള്ളവർക്കൊക്കെ കൂടുതലും മെഡിക്കൽ കോളേജ് സെൻറ്റ് ജോൺസ് നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടത്തുള്ളൂ, അതുകൊണ്ട് ഒട്ടും നോക്കണ്ട, ചെത്തിപ്പടി കിട്ടിയില്ല, കയറിക്കോളാം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യുക 2 ദിവസം കൂടെ. എനിക്ക് പിറ്റേ ദിവസം തന്നെ എനിക്ക് 4 മണിയായപ്പോൾ എനിക്ക് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് പിറ്റേ ദിവസം തന്നെ ചേർന്നോളാം പറഞ്ഞുകൊണ്ട് എനിക്ക് അന്നേരം തന്നെ ഞാൻ ഫീസ് അടച്ചു, ഞാൻ ചേർന്നു. അങ്ങനെ അമ്മമാതാവ് എനിക്ക് കനിഞ്ഞ് നൽകിയ അനുഗ്രഹത്തിൽ ഞാൻ 1000 നന്ദി പറയുന്നു. ഞാനൊരു അധ്യാപികയാണ്. ഞാൻ സ്കൂളിൽ പഞ്ച് ചെയ്യുമ്പോൾ രാവിലെയും വൈകിട്ട് ഞങ്ങൾക്ക് പഞ്ച് ചെയ്യണം. ആ പഞ്ച് ചെയ്യുമ്പോഴെല്ലാം ഞാൻ കൃപാസന മാതാവിൻ്റെ ഉപ്പ് കയ്യിലെടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടാണ് പഞ്ച് ചെയ്യുന്നത്. അതിൻ്റേതായ ദൈവാനുഗ്രഹങ്ങൾ ഞങ്ങളുടെ സ്കൂളിനും കുഞ്ഞുങ്ങൾക്കും അധ്യാപകർക്കും കിട്ടാറുണ്ട്. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് കണ്ട് എൻ്റെ കൂടെയുള്ള ഒത്തിരി അധ്യാപകരും അനധ്യാപകരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ പറയും ടീച്ചറൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, അവരുടെ കാര്യം കൂടെ സാധിച്ചു കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ ഒത്തിരിയും പേർക്ക് അവർക്ക് വേണ്ടി മാധ്യസ്ഥ അമ്മയുടെ ഏരിയ അവർ ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുപോയി കൊടുത്തും പ്രാർത്ഥന അവർക്കും കാര്യങ്ങൾ സാധിച്ച് കിട്ടാറുണ്ട്. പിന്നെ എൻ്റെ മോളാണേലും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും അവൾക്ക് 18 വയസ്സാകാനായിട്ട് അവൾ നോക്കിയിരുന്നു. അവൾക്ക് 2 കാര്യമായിരുന്നു. ആദ്യം അവൾ പറഞ്ഞു, ഞാനോർത്ത് എനിക്ക് 18 വയസ്സാകുമ്പോൾ മമ്മി പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോർത്ത് ഇതെന്തായിരിക്കും ഇവൾ ഈ പറയുന്നത്, ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയാണോ? ഞാൻ പറഞ്ഞു നമുക്ക് 18 വയസ്സ് കഴിയട്ടെ. എന്നെ പറഞ്ഞു അല്ല, എനിക്ക് അപ്പം തന്നെ ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഉടൻ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അവൾ പറഞ്ഞതുപോലെ അവൾ +2-ൻ്റെ റിസൾട്ടും ഞങ്ങൾ രാവിലെ ഇവിടെ വന്ന് ഇവിടെ ഇരുന്നുകൊണ്ടാണ് അവളുടെ റിസൾട്ട് നോക്കുന്നത്. അതുതന്നെ ദൈവത്തിൻ്റെ പ്രത്യേക ഒരു കൃപയാണ്. ഇത്രയും വിശുദ്ധിയോടെ ഇന്നത്തെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു മാതാവിനെ ഞാൻ ചെറുപ്പത്തിൽ തൊട്ടേ മാതാവിൻ്റെ ഒരു വിശ്വാസിയായിരുന്നു. അതുപോലെ എൻ്റെ മക്കളും മാതാവിൻ്റെ ഒരു വിശ്വാസിയാണ്. പിന്നെ ഇവൾക്ക് അത് കഴിഞ്ഞ് ഇവൾ ഡ്രൈവിംഗ് ടെസ്റ്റ് എഴുതി. ഡ്രൈവിംഗ് ടെസ്റ്റിന് ആദ്യത്തെ ഇതിൽ അവൾക്ക് 8 മാത്രമേ കിട്ടിയുള്ളൂ, പിന്നെ കിട്ടിയില്ല. പിന്നെ അവൾക്ക് ബാംഗ്ലൂർക്ക് ചേരാൻ പോകുന്ന അന്നാണ് അവൾക്ക് ഡേറ്റ് കിട്ടിയത്. അപ്പോൾ ഇവൾക്ക് പോകാനായിട്ട് ഭയങ്കര മടി, അമ്മ ഇന്ന് കിട്ടിയില്ലല്ലേ. ഞാൻ പറയും അമ്മ മാതാവല്ലേ ഉള്ളേ. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ മാതാവ് പറയുന്നുണ്ട് അവളെ വിട്, അവൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ പറയും മോനെ മാതാവ് പറയുന്നുണ്ട് കൊച്ചു പോയി എന്നാണെങ്കിലും അറ്റൻഡ് ചെയ്യുക. അവൾ പോയി അറ്റൻഡ് ചെയ്തു. അവൾക്ക് 2 വീലറിൻ്റെയും 4 വീലറിൻ്റെയും ലൈസൻസ് 1 മണിയായപ്പം കിട്ടി. 2 മണിയായപ്പോൾ ഞങ്ങൾ കോട്ടയത്ത് പോയി ചെന്ന് അവൾക്ക് ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോവുകയും ചെയ്തു. അപ്പോൾ മാതാവിൻ്റെ കൃപയാൽ ചെറുതും വലുതുമായ പറഞ്ഞാൽ തീരുകയില്ലാത്ത ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പം മാതാവിനെ നമ്മൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്താൽ തീർച്ചയായിട്ടും അമ്മ മാതാവ് നമുക്ക് അതിനുള്ള കൃപ തരും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ 2 പേരും കൂടെ വരുമ്പോൾ ഇവളുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ 3 മാസമേ ഉള്ളവൾ നേഴ്സിങ്ങിന് പോയിട്ട്. ഞങ്ങൾ സാധാരണ ഓട്ടോറിക്ഷക്കാർക്കാണ് ഞങ്ങൾ പത്രം വിതരണം ചെയ്യുന്നത്, ഞങ്ങൾ 2 പേരും കൂടെ. അതും വിശ്വാസപ്രമാണം ചൊല്ലി ഞങ്ങൾ സാക്ഷികളാണ്. ഞങ്ങൾക്ക് അനുഭവങ്ങൾ ഇഷ്ടമാതിരി അമ്മ മാതാവ് സാധിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നത്. പിന്നെ ഹോസ്പിറ്റലുകളിലാണെങ്കിലും പോയി പ്രാർത്ഥന വസ്തുക്കൾ കൊടുത്ത് പ്രാർത്ഥിക്കുകയും പറ്റുന്നത് പോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാറുണ്ട്. ആര് എന്തൊരു സഹായം ചോദിച്ചുകൊണ്ട് വന്നാലും എനിക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കും. അപ്പോൾ എന്നോട് എൻ്റെ ഹസ്ബൻഡാണെങ്കിലും ചോദിക്കും നീ എന്തിനാണ് ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറയും ഞാൻ അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ മാതാവിന് വേണ്ടി എനിക്കത് ചെയ്യണം, എനിക്കത് ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ മക്കളോടും ജീവിത പങ്കാളിയോടും പറഞ്ഞിരിക്കുന്നത് ഞാൻ മരിക്കുന്നവരെ എനിക്ക് ഉടമ്പടിയിൽ ജീവിക്കണം. ഞാൻ മരിക്കുമ്പോഴും എനിക്ക് കൃപാസന മാതാവിൻ്റെ ഉടമ്പടി കാശുരം എൻ്റെ കയ്യിൽ തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഈ അമ്മയെ നമ്മൾ വിളിച്ചപേക്ഷിച്ചാൽ നമ്മളെ സഹായിക്കും. അപ്പോൾ ആത്മീയമായിട്ട് എനിക്ക് ഞാൻ ഇവിടെ അടുക്കളയിൽ നിൽക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും എപ്പോഴും ഞാൻ അഖണ്ഡജപമാല വെച്ചോണ്ടാണ് ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുന്നത്. അതുപോലെ ഫ്രീ പീരീഡ് കിട്ടുമ്പോഴാണെങ്കിലും ഞാൻ പോയി പറ്റുന്ന പോലെ കൊന്തയില്ലേയും പ്രാർത്ഥിക്കില്ലേ കൂടുതൽ മാതാവിലോട്ടും ദൈവത്തിലോട്ടും അടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. സാധാരണ ഞാനൊക്കെ 2 മാസത്തിലൊന്നൊക്കെ കുമ്പസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ ഉടമ്പടിയിലായതുകൊണ്ട് എല്ലാ 15-ാം തീയതി കൃത്യ ദിവസം നോക്കി കഴിവതും കുമ്പസാരിക്കും. അപ്പം കൂടുതൽ അമ്മ മാതാവിനോടും ഉണ്ണീശയോടും ചേർന്നിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും തിരുക്കുമാരനും അമ്മ മാതാവും തന്നുകൊണ്ടിരിക്കുന്ന വർഷിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് വീണ്ടും വീണ്ടും നന്ദി പറയുന്നു. ഇനി മേലിലും അമ്മയുടെ കൃപ ഞങ്ങളുടെ കുടുംബത്തിൽ ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോ മിശിഹായി സ്തുതിയായിരിക്കട്ടെ. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 41-ാം അധ്യായം 13-ാം വചനമാണിത്. ജോ മെർസി ജോസഫ് എന്ന മകളും ആ മകളുടെ അമ്മയും ചേർന്നുള്ള ഉടമ്പടി സാക്ഷ്യമാണ് നാം കേട്ടത്. ഞാൻ നിൻ്റെ ദൈവമാണ്, ഞാൻ നിൻ്റെ കർത്താവാണ്, നിൻ്റെ വലതു കൈ പിടിച്ചുകൊണ്ട് ആണ് എന്നാണ് നമ്മൾ കേട്ടത്. ദൈവം നമ്മുടെ കരം പിടിക്കുന്നത്, നമ്മെ ഒറ്റയ്ക്ക് വിടാതെ വഴി നടത്തുന്ന, പിന്തുണയ്ക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഭയങ്ങളും
അനിശ്ചിതത്വങ്ങളും പ്രതിസന്ധികളും ഇതൊക്കെ തരണം ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്ന, നമ്മെ കരം പിടിച്ച് നയിക്കുന്ന ഒരു ദൈവവും ഒരമ്മയുമാണ് നമ്മുടെ കൂടെയുള്ളത്. ഞാൻ നിന്നെ സഹായിക്കും. ദൈവത്തിൻ്റെ സഹായം വാഗ്ദാനം മാത്രമല്ല, സംയോജിതമായ യഥാർത്ഥമായ സഹായമാണ്. ഈ മക്കളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടതും അതുതന്നെയാണ്. സമയാസമയങ്ങളിൽ ഈശോയുടെ അമ്മയുടെ അടുത്ത് വന്ന് കരഞ്ഞപ്പോഴെല്ലാം, ഓരോ പ്രാവശ്യവും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോഴെല്ലാം ഈശോയും അമ്മയും അവരുടെ പ്രാർത്ഥന കേട്ടു എന്നാണ് നമ്മൾ കേട്ടത്. 15 വർഷം നീണ്ടു നിന്ന മൈഗ്രെയിൻ തലവേദന, മൈഗ്രെയിൻ പെയിൻ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഉടമ്പടി എടുത്ത ഉടനെ സൗഖ്യപ്പെടുത്തി. ടൈം ഷോർട്ടനിങ്ങിൻ്റെ അമ്മയുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ 15 വർഷമാണോ 20 വർഷമാണോ 30 വർഷമാണോ എന്നല്ല നോക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി മക്കൾ ഉടമ്പടി നിബന്ധനകളനുസരിച്ച് ജീവിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരികയാണ്. അങ്ങനെയാണ് ഈ മകൾക്ക് 15 വർഷത്തെ മൈഗ്രെയിനിൽ നിന്ന് സൗഖ്യം കിട്ടിയത്. ഈ കൊച്ചുമകൾ 18 വയസ്സ് പൂർത്തിയാകാനായിട്ട് നോക്കി നിൽക്കുകയാണ് ഉടമ്പടി എടുക്കുവാൻ. സ്വന്തം കാശുരൂപം കയ്യിലായി. ഓരോ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും പരീക്ഷയ്ക്ക് പോകുമ്പോഴും തൈലവും കാശുരൂപവുമായിരുന്നു ഈ മകളുടെ കയ്യിലെടുത്തിരുന്നത്. +2 നല്ല മാർക്ക് കിട്ടി. മാത്സ് ഒഴികെ A+ കിട്ടി എല്ലാ സബ്ജക്റ്റിനും. ഇതെല്ലാം പ്രാർത്ഥിച്ച് ഈശോയുടെ എല്ലാം പറഞ്ഞിട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. മോളുടെ മെറിറ്റ് അല്ല, ദൈവത്തിൻ്റെ ഒരു ഗ്രേസാണ് ഇവിടെ പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് അഡ്മിഷനായിട്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ആ ഡേറ്റിന് തന്നെ ഈശോ അമ്മ ഇവർക്കൊരു നല്ലൊരു അഡ്മിഷൻ നൽകി. വീണ്ടും അവരെ നല്ലൊരു രീതിയിലേക്ക് നല്ലൊരു അഡ്മിഷൻ കൊടുത്ത് ഇവരെ കരകയറ്റുന്നതാണ് നമ്മൾ കണ്ടത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ ഭയങ്ങളും ദുർബല നിമിഷങ്ങളും എല്ലാം നാം ഒറ്റയ്ക്കല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവം നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടത്തുകയും ആവശ്യമായ സഹായം നൽകുകയുമാണ് നമ്മൾ സഹായം ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയൊരു അനുഗ്രഹത്തിനും സൗഖ്യത്തിനും ഈ പുതിയ അഡ്മിഷനും എല്ലാത്തിനുമായി നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. ആൾത്താരയിൽ ഒരു സാക്ഷ്യം പറയാനായിട്ട് എന്നെ ഇവിടെ ഉയർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരന് ഒരുപാട് നന്ദി. എൻ്റെ പേര് ടെസ രാജു. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 നവംബർ 11-ാം തീയതിയാണ്. വിയു നിത്യസഹായ മാതാ ചർച്ചിൽ നിന്ന് ഇടവകംഗമാണ്. ഞാനിവിടെ ഒരു ജോലിയുടെ ആവശ്യമായിട്ടാണ് വന്നത്. എൻ്റെ പപ്പയാണ് എൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കാനായിട്ട് വന്ന് ആദ്യമായി കൃപാസനത്തിൽ വന്നത്. ആ സമയത്ത് ഞാൻ MSc B.Ed കഴിഞ്ഞിരിക്കുകയായിരുന്നു. ബാംഗ്ലൂർ ഒരു സ്കൂൾ വർക്ക് ചെയ്തിരുന്നു. അവിടെ നിന്ന് ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജോലി നിർത്തി വന്ന സമയത്ത് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് UAE-യിലേക്ക് ജോലി അന്വേഷിക്കാനായിട്ടുള്ള കാര്യങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ കാര്യങ്ങൾക്കായി പോവുകയും പിന്നെ IELTS എക്സാം എഴുതുകയും ചെയ്തു. കാരണം ടീച്ചറായിട്ട് കയറുമ്പോൾ ബ്രിട്ടീഷ് കരിക്കുലം കിട്ടാനായിട്ട് IELTS നല്ലതാണെന്ന് കുറേ പേര് പറഞ്ഞു. അപ്പോൾ ഇതിന് വേണ്ടി കൂടെ ഒരു മാസം ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത്, ഒരു മാസമേ പറ്റിയുള്ളൂ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. IELTS എക്സാമിന് പോയപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാതാവിൻ്റെ കാശുരൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഉപ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു, പോക്കറ്റിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അപ്പോൾ എക്സാമിന് കയറി കഴിഞ്ഞപ്പോൾ അവിടെ 3 മണിക്കൂർ ഡിലേ വന്നു എക്സാമിന്. കാരണം AC വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു 100 പേരോളം എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതുപോലെ തന്നെ എനിക്ക് സ്പീക്കിങ്ങിനായിരുന്നു ഭയങ്കര കോൺഫിഡൻസ്. റീഡിങ്ങിനും റൈറ്റിങ്ങിനൊക്കെ എനിക്ക് കോൺഫിഡൻസ് കുറവായിരുന്നു. പക്ഷേ എൻ്റെ മെറിറ്റൊന്നുമല്ല അവിടെ. ഞാൻ എക്സാം എഴുതിയ സമയത്ത് സ്പീക്കിംഗ് എനിക്ക് ടഫും അതുപോലെ തന്നെ റീഡിങ്ങിന് റൈറ്റിങ്ങിന് നല്ല സ്കോർ എനിക്ക് ലഭിച്ചു. പരിശുദ്ധമ്മ എനിക്ക് നല്ല ഓവറോൾ എനിക്കൊരു 6.5 സ്കോർ കിട്ടി. അപ്പോൾ ടീച്ചിങ്ങിന് അവിടെ UAE-യിൽ 6.5 തന്നെയാണ് സ്കോറ്. അതെനിക്ക് ലഭിച്ചു. അതിനുശേഷം ഞാൻ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ്റെ കാര്യങ്ങളായിട്ട് പോകുമ്പോൾ ഭയങ്കര ഡിലേ ആയിരുന്നു. ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നില്ല. അതേസമയം ഞാൻ പിന്നെ വന്ന് ഇപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ഉടമ്പടി റിന്യൂ ചെയ്യുന്ന സമയമായി. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, റിന്യൂ ചെയ്ത് തിരിച്ചു പോയി. ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ വിസയും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനും അവിടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിളിക്കുകയും പെട്ടെന്ന് തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനായിട്ട് കിട്ടുകയും ചെയ്തു, ഉടമ്പടി പുതുക്കാൻ്റെ ഭാഗമായിട്ട്. അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ ഉടമ്പടി എൻ്റെ കയ്യിൽ പത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നോർക്കയിലാണ് അറ്റസ്റ്റേഷൻ കൊടുക്കുക. അപ്പോൾ മെട്രോ സ്റ്റേഷനിൽ അവിടെയൊക്കെ ആയിട്ട് പത്രങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ ചെയ്യണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ UAE-യിലേക്ക് ഫെബ്രുവരി കയറിപ്പോയപ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മ അവിടെ ഒരു വീട് തന്നെയാണ് ഒരുക്കിയത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എൻ്റെ ബന്ധുക്കളും
സഹായിക്കുന്ന പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചു. ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവരുടെ വീട്ടിലാണ്. എനിക്ക് പുറത്ത് താമസിക്കേണ്ടതായിട്ടോ അതിൻ്റെ പൈസ ചിലവോ ഫുഡോ ഒന്നും എനിക്ക് വന്നിട്ടില്ല. അതുപോലെ റെസ്യൂമ് ഡ്രോപ്പ് ചെയ്യാനും എല്ലാത്തിനും എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എനിക്കൊരു നല്ല സ്ഥലം എനിക്ക് മാതാവ് ഒരുക്കി തന്നു. പള്ളി കുറച്ച് ദൂരെയാണെങ്കിലും ആഴ്ചയിൽ 2 ദിവസം ഞാൻ എങ്ങനെയെങ്കിലും മെട്രോ വഴി എങ്ങനെയെങ്കിലും പള്ളിയിൽ പോകാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ അത് കയറി ഫെബ്രുവരി പോയി. മെയ് 15-ാം തീയതി ജോലി കിട്ടി. 15 എന്നുള്ള ഡേറ്റ് ഞാനും പപ്പയും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച ഡേറ്റിൽ എനിക്കൊരു സ്കൂളിൽ ജോലി ലഭിച്ചു. റാസൽ കൈമയിലാണ് ജോലി ലഭിച്ചത്. ആ സ്കൂളിൽ മാതാവ് തന്ന ജോലിയാണല്ലോ. 15-ാം തീയതി കയറി. അപ്പോൾ നന്നായിട്ട് തന്നെ തുടങ്ങി. അവിടെ അക്കോമഡേഷനൊക്കെ അവർ സ്കൂൾ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ എനിക്ക് അവിടെ തുടരാൻ സാധിച്ചില്ല. കാരണം അവിടുത്തെ കൊളീഗ്സും പിന്നെ വർക്ക് പ്രഷർ നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പം ഞാൻ പക്ഷേ പിടിച്ചു നിന്നു. കാരണം മാതാവ് തന്ന ജോലിയാണല്ലോ, പിടിച്ചു നിന്നു. പക്ഷേ അതൊരു ഇന്ത്യൻ സ്കൂളായിരുന്നു ആദ്യം കിട്ടിയത്. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തിനാണ് എന്നെക്കൊണ്ട് IELTS-ഉം ഇതൊക്കെ എഴുതിച്ചത് ഒരു ഇന്ത്യൻ സ്കൂൾ പഠിപ്പിക്കാനായിട്ട് എന്നുള്ളത്. ഇന്ത്യൻ സ്കൂൾ IELTS ഒന്നും ആവശ്യമില്ല. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ മാക്സിമം നോക്കി പിടിച്ചിരിക്കാൻ പറ്റണില്ല. അപ്പം ഞാൻ വെക്കേഷനായപ്പോൾ ഇങ്ങോട്ട് പോന്നു. ജൂലൈ ആഗസ്റ്റ് ആയപ്പോൾ തിരിച്ചു പോന്നു. തിരിച്ചു പോന്നിട്ട് ഞാൻ അങ്ങനെ എന്താ ചെയ്യാമെന്നിങ്ങനെ ആലോചിക്കുകയാണ്. പിന്നെയും വന്നു, ഉടമ്പടി പുതുക്കി അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി അച്ഛൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞിരുന്നു കോമൺ ആയിട്ട് 44 ദിവസത്തിനുള്ളിൽ എന്ത് വിഷയമായാലും ഇവിടുന്ന് പരിഹാരം ഉണ്ടാവുമെന്ന് അച്ഛൻ പറഞ്ഞിട്ടാണ് വിട്ടത്. രണ്ടാമത് ഞാൻ കയറിപ്പോയി. ഓണത്തിൻ്റെ തലേന്ന് കയറിപ്പോയി. സെപ്റ്റംബർ 4-ാം തീയതി പോയി. തിരിച്ചു പോയി. അവിടെ എത്തിയപ്പോൾ എനിക്ക് സെപ്റ്റംബർ 6-ാം തീയതി ഞായറാഴ്ച എനിക്കൊരു സ്കൂളിൽ നിന്ന് ഇൻ്റർവ്യൂ ലഭിക്കുകയാണ്. അതെൻ്റെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന സ്കൂളാണ്. അവളവിടെ ഇതിന് മുന്നേ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുള്ളതാണ് എനിക്ക് ഇൻ്റർവ്യൂ കിട്ടാനായിട്ട്. പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല. പെട്ടെന്നൊരു എമർജൻസി വേക്കൻസി വന്നിട്ട് എന്നെ പെട്ടെന്ന് സൺഡേ ഇൻ്റർവ്യൂ എടുക്കുകയാണ്. ഒരു ചാൻസും ഇല്ല സൺഡേ ഇൻ്റർവ്യൂ നടത്താനായിട്ട്. സ്കൂൾ വർക്കിംഗ് അല്ല. പക്ഷേ എന്നെ ഹെഡ് ആളുടെ വീട്ടിലിരുന്നിട്ടാണ് എന്നെ ഓൺലൈൻ ഇൻ്റർവ്യൂ നടത്തി. വേറെ ഡെമോ ക്ലാസ് ഒന്നുമില്ല, ഡയറക്റ്റ് ഇൻ്റർവ്യൂ. അതുപോലെ റിക്രൂട്ട്മെൻറ്റ്. അത് ബ്രിട്ടീഷ് സ്കൂൾ IELTS ഉള്ളതുകൊണ്ടും മുമ്പ് UAE വർക്ക് ചെയ്തു എന്നുള്ളതുകൊണ്ടും മാത്രം എനിക്ക് അവിടെ പെട്ടെന്ന് തന്നെ ജോലി കിട്ടി. അതും 15-ാം തീയതി തന്നെ ജോയിനിങ്. മാതാവിൻ്റെ തിരുനാൾ ദിവസം സെപ്റ്റംബർ 8-ആയിരുന്നു എനിക്ക് ഓഫർ ലെറ്റർ വന്നത്. 8-ാം തീയതി വരെ ഞാൻ നോയമ്പെടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ റൂമിലെ ബോർഡും ഞാൻ എഴുതിയിട്ടാണ് പോയത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് സെപ്റ്റംബർ 8. ഇപ്പോഴും അതവിടെ കിടക്കുന്നത് എൻ്റെ റൂമിൽ. അപ്പോൾ 8-ാം തീയതി എനിക്ക് ഇതിൽ അത്ഭുതം തരുന്നു എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിട്ടത് പോയത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു പ്രാവശ്യം വിസ റിന്യൂ ചെയ്യാനായിട്ട് ഒമാൻ വരെ പോയിരുന്നു ഗ്യാപ്പിൽ. അപ്പോൾ ഒറ്റയ്ക്കാണ് പോയത്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ കൊന്ത ചെല്ലാൻ അത്യാവശ്യം മടിയുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ കൊന്തയൊക്കെ ചൊല്ലി ഉടമ്പടി എടുത്തതിന് ശേഷം കൊന്ത ചെല്ലാൻ തുടങ്ങി. ഒമാനെ പോയി തിരിച്ച് വന്ന് ഞാൻ മാത്രമാണ് അന്ന് തിരിച്ചു വന്നത്. കാരണം അന്ന് അവിടെ പോയി വിസ റിന്യൂ ആയാലേ തിരിച്ചു വരാൻ പറ്റുള്ളൂ. UAE വിസ കിട്ടണം. എനിക്ക് മാത്രമാണ് അന്ന് വൈകുന്നേരത്തിനുള്ളിൽ. രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരാൻ പറ്റി. അതും എൻ്റെ കൂടെ മാതാവും ഈശോയും ഉണ്ടായിരുന്നു. എനിക്ക് ഉറപ്പാണ്. അല്ലാണ്ട് എനിക്ക് പറ്റില്ല. എൻ്റെ കൂടെ പോയി ആരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവർക്ക് വരാൻ പറ്റിയത്. പിന്നെ അതുപോലെ തന്നെ വിശേഷ വിധിയുടെ അച്ഛൻ എന്താ ചെയ്തതെന്നുള്ളത് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് UAE ഫസ്റ്റ് പോയ സമയത്ത് പത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒക്കെ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു താങ്ക് യു കാർഡ് കയ്യിൽ വെക്കും. താങ്ക് യു കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ എനിക്ക് വേണ്ടി ഒരുക്കി തരുന്ന ആൾക്കാരുണ്ടാവും. അതായത് പൈസ കൊടുത്തിട്ടല്ലാണ്ട് ആൾക്കാർ നമുക്ക് വേണ്ടി ഉപകാരങ്ങൾ ചെയ്തു തരുമല്ലോ. എന്തെങ്കിലും ഹെൽപ്പ് വഴി ഡയറക്ഷൻ പറഞ്ഞു തരിക. അതുപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്കാണ് റെസ്യൂം ഡ്രോപ്പ് ചെയ്യാനൊക്കെ ചിലപ്പോൾ പോവാറ്. അപ്പോൾ അവർക്കൊക്കെ താങ്ക് യു കാർഡ് കൊടുക്കും. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു എന്ന് പുറത്ത് എഴുതിയിട്ടുണ്ടാവും. ഉള്ളിൽ ഒരു ദൈവവചനം എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു താങ്ക് യു കാർഡ് ഞാൻ ഇപ്പോഴും എൻ്റെ ബാഗിലുണ്ടാവും. അപ്പോൾ ആരെങ്കിലും എനിക്ക് ഈശോ വിട്ട ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അവർക്ക് താങ്ക് യു കാർഡ് കൊടുക്കും. അതാണ് അവിടെ പ്രേക്ഷിത പ്രവർത്തകമായിട്ട് ചെയ്തിരുന്നത്. പിന്നെ ജീവകാരുണ്യ പ്രവർത്തകർ 2ാമത്തെ വെക്കേഷൻ വന്നപ്പോൾ ഇവിടെ ഒരു പീസ് ഹോം ഉണ്ട്. വയ്യാത്ത ആൾക്കാർ, കിടപ്പ് രോഗികൾ, അവർക്ക് ഫുഡ് കൊടുക്കാനും അവരുടെ കാര്യങ്ങൾക്കും അവർക്ക് പത്രം വായിക്കാനും അങ്ങനെ ലോഗോസ് ക്യൂസിന് അവരെ പഠിപ്പിക്കാനൊക്കെ ഒരു ടീച്ചറായിട്ട് എനിക്ക് അവിടെ പറ്റിയിട്ടുണ്ട്. എനിക്ക് 2 മാസത്തോളം. അതുപോലെ തന്നെ വയ്യാത്തൊരാരായാലും കേട്ടാൽ ഞാനും അമ്മയും എൻ്റെ കൂടെ അമ്മയുണ്ടാവും സന്ദർശിക്കാനും അവർക്ക് പറ്റണ പോലെ സാമ്പത്തികമായിട്ട് സഹായിക്കാനും. പിന്നെ എന്നെക്കൊണ്ട് പറ്റണ വേറെ കാര്യങ്ങൾ ജോലിക്ക് എൻ്റെ പോലെ തന്നെ ട്രൈ ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സും ബാക്കി ആൾക്കാരുണ്ട്. ആര് മെസ്സേജ് അയച്ചാലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അവരെ സഹായിക്കാറുണ്ട്. കാരണം എനിക്ക് കിട്ടിയ ജോലി കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയണമുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസ് ഇടാറുണ്ട്. ഉടമ്പടി ധ്യാനം ജോലി കിട്ടിയതിന് ശേഷം ചൊവ്വാഴ്ചകൾ കൂടാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് ശനിയാഴ്ച ഉപവാസം എടുത്ത് പ്രാർത്ഥന കൂടിയിട്ടാണ് ശനിയാഴ്ച ഫുഡ് കഴിക്കലും ബാക്കി അന്ന് പള്ളിയിൽ പോകലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോഴും ഉടമ്പടിയിൽ തുടരാനും ഇനിയും സാക്ഷിയാക്കാനും മാതാവ് എന്നെ അനുഗ്രഹിക്കണം എന്നാണ് എൻ്റെ ഇത് വിശ്വസിക്കുന്നു. മാതാവ് കാരണമാണ് എനിക്ക് ജോലി കിട്ടിയതെന്ന്. ഒരിക്കലും എൻ്റെ മെറിറ്റ് കൊണ്ടല്ല. കാരണം എനിക്ക് അതിന് മുന്നൊരു ഇതുണ്ടായിരുന്നു. MSc വഴി കഴിഞ്ഞതാണ്, BEd കഴിഞ്ഞതാണ്, IELTS ഉണ്ട്, എല്ലാം ഉണ്ട് കിട്ടും എന്നുള്ളത്. പക്ഷെ അത് കഴിഞ്ഞ് 3ാമത്തെ റിന്യൂവലാണ് എനിക്ക് ജോലി ശരിക്കും സ്ഥിരമായി വിസ അടിച്ച് കിട്ടിയത്. അപ്പോൾ അത് എനിക്ക് മാതാവിൻ്റെ ദിവസം തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഒരിക്കലും എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ബട്ട് ബൈ ഗ്രേസ്. താങ്ക് യു ജീസസ്. താങ്ക് യു മദർ മേരി. കർത്താവ് നല്ലവനാണ്.
അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. സങ്കീർത്തനം 100:5. നമ്മുടെ സാഹചര്യങ്ങൾ എത്ര മാറിയാലും മാറാത്ത ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ കരുണ നാളെയും വരും തലമുറകളിലും തുടരുന്ന ഒരു ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും സംരക്ഷണവുമാണ്. ടെസ രാജു എന്ന മകളുടെ സാക്ഷ്യത്തിൽ നിന്നും, ഉടമ്പടി സാക്ഷ്യത്തിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നതും ദൈവത്തിൻ്റെ കാരുണ്യവും വിശ്വസ്തതയുമാണ്. ഈ മകൾ ഉടമ്പടിയെടുത്ത് ഉടമ്പടി ജീവിതം സത്യസന്ധമായി ജീവിച്ചപ്പോൾ, നിബന്ധനകൾ പാലിച്ചപ്പോൾ, ഈശോയും അമ്മയെയും കൈവിടാതെ പ്രാർത്ഥിച്ചപ്പോൾ ഈ മകളുടെ ജീവിതത്തിൽ അവർ കൂടെ നിന്ന് ഈ മകളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ഈ മകളുടെ ഇഷ്ടപ്പെട്ട വചനം ചോദിച്ചപ്പോൾ പറഞ്ഞത്, ശക്തനായവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ നിന്ന് ചെയ്തു തരുമെന്ന പൂർണ്ണ വിശ്വാസമാണ് ഉടമ്പടി മക്കൾക്കുള്ളത്. ഈ മകൾ പരീക്ഷ എഴുതാൻ പോയപ്പോഴും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോഴും ചുരുക്കത്തിൻ്റെ അമ്മ എല്ലാം നോക്കിയും കണ്ടും ചെയ്തു തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസമായിരുന്നു ഈ മകൾക്ക്. സെപ്റ്റംബർ 8-ാം തീയതി അമ്മയുടെ ദിവസം തന്നെയാണ് ഈ മകൾക്ക് ജോലിയും കിട്ടിയത്. ഈ മകൾ എല്ലാ കാര്യങ്ങളിലും പറയുന്നുണ്ട്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എല്ലായ്പ്പോഴും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ഈ മകൾക്ക് കൂടെ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ഒമാനിൽ പോയി യാത്ര ചെയ്ത് തിരിച്ചു വന്നപ്പോഴും, ഇൻ്റർവ്യൂവിന് പോയപ്പോഴും, ഓരോ പ്രാവശ്യം ഓരോ പേപ്പേഴ്സ് ഫോർവേഡ് ചെയ്യുമ്പോഴെല്ലാം ഈശോയുടെ അമ്മയുടെയും സാന്നിധ്യം ഈ മകൾക്ക് അനുഭവിക്കാൻ സാധിച്ചു. വിശേഷവിധിയായിട്ട് തന്നെ ഈ മകൾ ചെയ്തത് ഒരു വചനം മറ്റുള്ളവർക്ക് കൈമാറുവാനും ഈ മകൾ ശ്രമിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കാര്യങ്ങളിലും നമ്മളുടെ മറക്കാതെ എല്ലാം ചെയ്തു തരുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കാം. ദൈവത്തിൻ്റെ സ്നേഹവും വിശ്വസ്തതയും താൽക്കാലികമല്ല. നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഈശോയും അമ്മയും ടെസ രാജു എന്ന മകളുടെ ജീവിതത്തിൽ കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിലൂടെ യേശുനാഥൻ ഞങ്ങളുടെ കുടുംബത്തിൽ ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി. എൻ്റെ പേര് ഷീന അഗസ്റ്റിൻ. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം രൂപതയിലെ നെല്ലിമറ്റം ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ജൂലൈ മാസത്തിലാണ്. ഉടമ്പടിയിലൂടെ ദൈവസ്നേഹത്തിൽ ഒത്തിരി വളരുവാനും ആഴപ്പെടുവാനും എനിക്ക് പ്രത്യേകമായി സാധിച്ചു. ആത്മീയമായി ഒത്തിരി വളരുവാനും കൂടുതൽ പ്രാർത്ഥനയിലായിരിക്കുവാനുള്ള കൃപ ഈശോയിലൂടെ എനിക്ക് അമ്മ മാതാവ് നേടിത്തന്നു. എൻ്റെ ആദ്യമായിട്ടുള്ള എൻ്റെ രോഗസൗഖ്യം എനിക്ക് 2014 മുതൽ എനിക്ക് അതിശക്തമായ ഡിസ്ക് ബൾജിൻ്റെ വേദന, അതായത് എൻ്റെ വലത് കാലിന് ഭയങ്കര വേദനയായിരുന്നു. എനിക്ക് പണിയെടുക്കുമ്പോൾ അടുക്കളയിലൊക്കെ നിന്ന് കുക്ക് ചെയ്യുമ്പോഴെല്ലാം എനിക്ക് കാല് ഭയങ്കരമായിട്ട് വേദന എടുക്കുമായിരുന്നു. അപ്പം ഞാൻ ഒരു കാലയിൽ നിന്ന് ഒരു കാല് മടക്കി പിടിച്ചൊക്കെ നിന്ന് ഞാൻ ജോലിയെടുക്കുമായിരുന്നു. ആ വേദനയുടെ ശക്തമായ വേദന കാരണം എനിക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റാതെ വരികയും ഞാൻ രാത്രി കിടക്കുമ്പോൾ കാല് ജനലിൻ്റെ മുകളിൽ കയറ്റി വെച്ച് കിടക്കും. അപ്പം കാലിങ്ങനെ പൊക്കി കിടക്കുമ്പോൾ എനിക്കൊരു സുഖം കിട്ടുന്ന പോലെ തോന്നും. ഞാൻ ഒത്തിരി വിഷമിച്ചിരുന്നു. അപ്പോൾ എനിക്ക് അതിലെ അലോപ്പതിക് ട്രീറ്റ്മെൻറ്റും ആയുർവേദവും ഹോമിയോയും ഫിസിയോതെറാപ്പിയും എല്ലാം ഞാൻ പരീക്ഷിച്ചതാണ്. ഇതിൽ നിന്നൊന്നും എനിക്കൊരു പൂർണ്ണമായ സൗഖ്യം ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ 2023 വെച്ച ഉടമ്പടി നിയോഗത്തിൽ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞിരുന്നു, എൻ്റെ വേദനയൊന്ന് മാറ്റിത്തരണമേ എന്ന്. 4ാമത്തെ പുതുക്കൽ കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ കാലിൻ്റെ വേദന പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. എനിക്ക് നന്നായി ഉറങ്ങാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി സുഖം കിട്ടിയതായി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. രണ്ടാമതായിട്ട് എനിക്ക് ഞാൻ ജനിച്ച കാലം തൊട്ടുള്ളതാണെന്നാണ് എൻ്റെ അമ്മച്ചി പറയുന്നത്. 40 വർഷമായിട്ട്, ഓൾമോസ്റ്റ് 40 വർഷമായിട്ട് എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഛർദി ഉണ്ടാകാറുണ്ടായിരുന്നു. എനിക്കൊരു ചെറിയ ഒരു അരമണിക്കൂർ കൂടുതൽ യാത്ര ചെയ്യത്തിൽ അപ്പം തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരും. അപ്പോൾ ഞാൻ അവോമിൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് കഴിച്ചായിരുന്നു ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ആ ഛർദിയുടെ നിയോഗം ഞാൻ ആക്ച്വലി വെച്ചിരുന്നതല്ല. എനിക്കൊരു ബോണസ് പോലെ അമ്മയുടെ മധ്യസ്ഥതയാൽ ഈശോ എനിക്ക് തന്ന ഒരു വലിയൊരു സൗഖ്യമാണ്.
എനിക്കിപ്പം എവിടെ വേണേലും യാത്ര ചെയ്യാം. എൻ്റെ ഛർദിയുടെ രോഗം മാറ്റി തന്നു. അമ്മ മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി. അടുത്തതായിട്ട് 2018 പ്രളയമുണ്ടായ സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ പുറകിലൊരു ചെറിയൊരു പുഴയുണ്ടായിരുന്നു. ആ പുഴയെ ബന്ധിച്ച് 2 പാലവും 3 ചെക്ക് ഡാമും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മഴക്കാലം വരുമ്പോഴേക്കും ഈ ചെക്ക് ഡാമിലോട്ടും ഈ പാലത്തിലോട്ട് ചെറിയ പാലവും ഒരു വലിയ പാലവും, അപ്പോൾ ഇതിലോട്ട് ഈ പുഴയിൽ വേസ്റ്റ് എല്ലാം വന്ന് അടിഞ്ഞിട്ട് ഈ പുഴയിൽ വെള്ളം അങ്ങ് പൊങ്ങി കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ പറമ്പിലും എല്ലാം ഞങ്ങൾക്ക് മാത്രമല്ല ഒത്തിരി നാട്ടുകാർക്കും ബുദ്ധിമുട്ടായി. അപ്പോൾ എന്നാ ചെയ്യുന്നത്, ഈ ചെക്ക് ഡാം ഓരണമെങ്കിലും പൊളിച്ച് കളഞ്ഞാൽ ഇച്ചിരി സമാധാനം ആകുമല്ലോ എന്ന് കരുതി ആ ചെക്ക് ഡാമം പൊളിക്കുന്നതിനുള്ള പരിശ്രമത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് അതിനുവേണ്ടി ഒത്തിരി ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ അമ്മയോട് 2023 വെച്ചൊരു നിയോഗമായിരുന്നു, അമ്മേ ഈ ചെക്ക് ഡാം ഒന്ന് പൊളിച്ച് കളഞ്ഞിരുന്നെങ്കിൽ ഒരു കുറച്ച് വെള്ളത്തിൻ്റെ പൊങ്ങലിൽ നിന്ന് ഒരിച്ചിരി ആശ്വാസം കിട്ടുമായിരുന്നു, വേസ്റ്റ് അതിലെല്ലാം അടിയാതിരിക്കുമായിരുന്നല്ലോ. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് അന്ന് വെച്ചൊരു നിയോഗമായിരുന്നു. അപ്പം ഈ നിയോഗം വെച്ചിട്ട് അച്ചാച്ചൻ അതിൻ്റെ ഈ പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് കളക്ടറെ കാണാനും മന്ത്രിനെയും കളക്ടറിനെയും എല്ലാവരെയും പോയി കാണാനൊക്കെ പോയി. എങ്കിലും ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു. എല്ലാവരും പറഞ്ഞു അതിൻ്റെ ഒന്നും പുറകെ നടന്നിട്ട് ഒരു കാര്യവുമില്ല, ഇതൊന്നും ആരും ചെയ്തു തരികയില്ല, ഇതൊന്നും എത്ര വർഷമായിട്ടുള്ള പ്രശ്നമായത്. എങ്കിലും വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ പരിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. കുർബാനയിൽ നിയോഗം വെച്ച് ചെല്ലിച്ചിട്ട് ഞങ്ങൾ ഈ ഉദ്യമത്തിന് വേണ്ടി എൻ്റെ ഹസ്ബൻഡ് ഇറങ്ങി. ഈ കഴിഞ്ഞ 2025 ഒക്ടോബറിൽ ചെക്ക് ഡാം പൊളിച്ചു കളയുകയും പുതിയ പാലം ഗതാഗത യോഗ്യമാക്കാനുള്ള തീരുമാനം ഉണ്ടാകുകയും ഉണ്ടായി. ഉടനെ തന്നെ ദൈവം അനുഗ്രഹിച്ച പുതിയ പാലം ഗതാഗത യോഗ്യമാക്കുകയും പഴയ പാലം പൊളിച്ചു കളയുകയും ചെയ്യും എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങളിരിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതിൽ കൂടാതെ കൂടുതൽ നിരവധിയായ അനുഗ്രഹങ്ങൾ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥയുടെ ഈശോ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. 1000 നന്ദി. ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ സാമ്പത്തികമായി ഒത്തിരി പേര് സഹായിക്കാറുണ്ട്, രോഗി സന്ദർശനം നടത്താറുണ്ട്. അവർക്ക് വേണ്ട ഏത് ആവശ്യം ആര് സഹായം ചോദിച്ചു വന്നാലും ചോദിച്ചും ചോദിക്കാതെയും അവരെല്ലാം ഞങ്ങൾ സഹായിക്കാറുണ്ട്. പ്രേക്ഷിത വേലയായിട്ട് എല്ലാ മാസവും പത്രം വാങ്ങിച്ച് പള്ളികളിലും ആശുപത്രികളിലും പെട്രോൾ പമ്പിലും പത്രം എൻ്റെ കയ്യിലുണ്ടായിരിക്കും. എപ്പോഴൊക്കെ പ്രാർത്ഥിച്ച് ആളുകൾക്ക് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് മോർണിംഗ് ശുശ്രൂഷയും പിന്നെ ചൊവ്വാഴ്ചകളിലെ ധ്യാനവും സാക്ഷ്യങ്ങളും എല്ലാം ഞാൻ സ്റ്റാറ്റസായിട്ടും അല്ലാതെ എൻ്റെ ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്യാറുണ്ട്, വാട്സപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. ജീവിതത്തിൽ ആത്മീയമായിട്ട് ഒത്തിരി വളരാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും പിതാവായ ദൈവത്തിനും 1000 നന്ദി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 15-ാം തിരുവചനം. നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. ഈശോ നമുക്ക് നൽകുന്ന ഒരു വലിയ മുന്നറിയിപ്പാണിത്. ഒരേ തരം വിത്ത് തന്നെ പല നിലങ്ങളിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് ഈശോ വിത്തിൻ്റെ ഉപമയിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവസാനമായി ഈശോ പറയുന്നത് നല്ല നിലത്ത് വീണ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഫലത്തെക്കുറിച്ചാണ്. അത് 100 മേനി വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ വളരെയധികം 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കേണ്ടവരാണ് ഉടമ്പടിയെടുത്ത മക്കളെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഷീന എന്ന ഈ സഹോദരി വളരെ സങ്കടത്തോടു കൂടിയാണ് പല വലിയ നിയോഗങ്ങൾ എഴുതി ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചത്. ഈ മകളുടെ ഒരു വലിയ സങ്കടമായിരുന്നു. വർഷങ്ങളായിട്ട് 40 വർഷത്തോളം എപ്പോഴും കുഞ്ഞുനാൾ മുതൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഛർദിൽ ഇപ്പോൾ മകൾക്ക് പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. അത് ഉടമ്പടിയെടുത്ത് 4ാമത്തെ പുതുക്കലിലാണ് ഈ മകൾക്ക് പരിപൂർണമായൊരു സൗഖ്യം നൽകിയതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ 11 വർഷമായിട്ടുണ്ടായിരുന്ന ഡിസ്ക് ബൾജിങ്ങിലുണ്ടായ കാൽമുട്ടിൻ്റെ കഠിനമായ കാൽവേദന, അതുപോലെ ഡിസ്കിനുണ്ടായിരുന്ന ബാക്ക് പെയിൻ എല്ലാം തന്നെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്നാണ് ഉടമ്പടിയെടുത്തപ്പോൾ ഈ മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിച്ചത്. അതിനായി ഈ മകൾ എപ്പോഴും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന നേർച്ച വസ്തുക്കൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് വളരെ വിശ്വാസത്തോടു കൂടി തന്നെ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് എനിക്ക് സൗഖ്യം നേടിത്തരുമെന്ന വലിയ വിശ്വാസത്തോടുകൂടി ഉറച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഇവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ മകളുടെ കുടുംബത്തിൻ്റെയും ആ ഏരിയയിലെയും വലിയ ഒരു സങ്കടം മുഴുവനോടുകൂടി ഈ മക്കളെല്ലാവരും ഏറ്റെടുത്ത് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതാണ്. മഴ പെയ്യുമ്പോൾ ഇവരുടെ പുഴ കവിഞ്ഞ് ഒഴുകി ഇവരുടെ വീടുകളിലേക്കും വയലിലേക്കും വെള്ളം കയറുന്ന ഒരു വലിയ പ്രതിസന്ധി അവർക്കുണ്ടായിരുന്നു. അവരെല്ലാവരും ആ ദേശത്തുള്ളവരെല്ലാം ശക്തമായി പ്രാർത്ഥിക്കുകയും അവിടെയെല്ലാം നേർച്ച വസ്തുക്കൾ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇവരുടെ ഉടമ്പടി പുതുക്കിക്കൊണ്ട് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവിടെയുള്ള ചെക്ക് ഡാം പൊളിക്കുകയും അതിനുശേഷം അവർക്ക് യാത്ര ചെയ്യാൻ നടക്കുവാനും ഉള്ള സൗകര്യത്തിനായുള്ള പാലം പുതുക്കി പണിയുവാനുള്ള ഒരു വലിയ പദ്ധതിയുമായിട്ട് ഇന്ന് അവിടുത്തെ സർക്കാർ അവരെ സഹായിച്ചിരിക്കുകയാണ്. എത്ര വലിയ പ്രശ്നങ്ങളായാലും, ഏത് തരം ഗവൺമെൻറ് ആയാലും, ഏത് തരം കഠിന ഹൃദയമുള്ളവരായാലും, എത്ര വളരെ സ്ലോലി കാര്യങ്ങൾ ചെയ്യുന്നവരായാലും പരിശുദ്ധ അമ്മ ഇടപെട്ട് കഴിഞ്ഞാൽ എല്ലാത്തിനും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമുക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നീക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുന്നതാണ് ഓരോ ഉടമ്പടി പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങൾ നമ്മോട് ഏറ്റുപറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എത്ര തന്നെ തകർന്ന അവസ്ഥയിലാണെങ്കിലും, എത്ര തന്നെ ഭാരമുള്ളതായാലും, എത്ര തന്നെ കാലങ്ങൾ കഴിഞ്ഞതായാലും പരിശുദ്ധ അമ്മയ്ക്ക് ഞൊടിയിടയിൽ നമുക്കുള്ള സൗഖ്യവും സമാധാനവും തരാൻ സാധിക്കും. ഈശോ എല്ലാത്തിനും അവിടുത്തെ കരങ്ങളോ അവിടുത്തെ കാതുകളോ ഒട്ടും തന്നെ കുറുകിപ്പോയിട്ടില്ല എന്ന് ഈശോ നമ്മോട് അരുളി ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. അതുകൊണ്ടാണ് നാം നമ്മുടെ ജപമാലയിൽ നാം പ്രാർത്ഥിക്കുന്നത്, ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ അമ്മയോടാണ് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഷീനയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് നന്ദിയോടെ സമർപ്പിക്കാം.